ഹലോ, നമസ്കാരം. ഈ വീഡിയോയിലൂടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. പേര് പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെൻസാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ ഒരു സെൻറ്റൻസിൽ എന്ത് വേണം എന്ന് നിങ്ങൾക്കറിയാമല്ലോ. സബ്ജക്റ്റ് വേണം, വെർബ് വേണം, ഒബ്ജക്റ്റ് വേണം. ഇനി പാസ്റ്റ് ടെൻസ് എന്താണെന്ന് പറയാം. നമ്മൾ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്, അതായത് ഭൂതകാലത്തിൽ. ഭൂതകാലത്തിൽ ഉപയോഗിക്കേണ്ട ചില വാക്കുകളുണ്ട്. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എപ്പോഴും ഭൂതകാലത്തിലാണ്, അഥവാ പാസ്റ്റ് ടെൻസിലാണ്. ഇനി അതിൽ തന്നെ സിമ്പിൾ പാസ്റ്റ് എന്ന വിഭാഗമാണ് നമ്മൾ പറയുന്നത്. ഭൂതകാലത്തെ 4 തിരിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് പാസ്റ്റ് ഇൻഡെഫിനിറ്റ്, അല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിൾ എന്നും ഉപയോഗിച്ച് കാണാറുണ്ട്. ഇനിയൊരു ഉദാഹരണം നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ കളിക്കാൻ പോയിരുന്നു. എന്താണ് ഞാൻ കളിച്ചത് എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെയായിരിക്കും മറുപടി പറയുക? നമുക്ക് നോക്കാം. സെൻറ്റൻസിന് വേണ്ട സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഇതിലുണ്ടായിരിക്കണം. സബ്ജക്റ്റിനെയും വെർബിനെയും ഒബ്ജക്റ്റിനെയും കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണണം. ഇവിടെ ഇപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. വെർബ് കളിച്ചു എന്നുള്ളതാണ്. ഒബ്ജക്റ്റ് ക്രിക്കറ്റാണ്, ഞാൻ കളിച്ചത്, അതുകൊണ്ട് ക്രിക്കറ്റാണ്. ഇനി ഇത് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഞാൻ എന്നുള്ള വാക്ക് ഞാൻ അവിടെ എഴുതി കഴിഞ്ഞു, ആയി. ഇതാണ് സബ്ജക്റ്റ്. ഇനി നമുക്ക് എഴുതേണ്ടത് വെർബാണ്. കളിച്ചു എന്ന വെർബ്. കളിക്കുക എന്നർത്ഥം വരുന്ന വെർബാണ് പ്ലേ. പക്ഷെ നമുക്കിവിടെ വേണ്ടത് കളിച്ചു എന്നർത്ഥം വരുന്ന വെർബാണ്. പ്ലേ എന്ന് പറയുന്നത് ഒരു വെർബിൻ്റെ V1 ഫോം അഥവാ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ V2 ഫോം അഥവാ പാസ്റ്റ് ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പ്ലേഡ് എന്നെഴുതി. ഈ വാക്ക് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാകും. പ്ലേയുടെ V2 ഫോം അഥവാ പാസ്റ്റ് ഫോമാണ് പ്ലേഡ്. ഞാൻ കളിച്ചു എന്നായി. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റ് ക്രിക്കറ്റ്. ഞാൻ കളിച്ചത് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് എന്നെഴുതി. ഐ പ്ലേഡ് ക്രിക്കറ്റ്. വളരെ കറക്റ്റായിട്ടുള്ള ഒരു സെൻറ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ എഴുതുന്ന ഒരു സെൻറ്റൻസ്. ഐ പ്ലേഡ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിച്ചു. ഇനി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിയതുപോലെ ഒരു ഫോർമുല എഴുതി നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിനും ഒരു ഫോർമുലയുണ്ട്. കഴിഞ്ഞ ഫോർമുല പോലെ തന്നെ സബ്ജക്റ്റ് പ്ലസ് വെർബ് ടു. വെർബ് ടു എന്നുള്ളത് പാസ്റ്റ് ഫോം എന്ന് സൂചിപ്പിക്കാനാണ് വെർബ് ടു എന്ന് എഴുതിയിരിക്കുന്നത്, പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് ഇതിൻ്റെ ഫോർമുല. സബ്ജക്റ്റ് വേണം, വെർബിൻ്റെ രണ്ടാമത്തെ ഫോം വേണം, ഒബ്ജക്റ്റ് വേണം. ഇനി വെർബിൻ്റെ രണ്ടാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. വെർബ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ്, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഇതിന് നമ്മൾ സാധാരണ കാണുന്ന വെർബുകൾ എല്ലായ്പ്പോഴും ഉള്ളത് പ്രസൻറ്റ് ടെൻസിലാണ്. നിങ്ങൾക്കറിയാവുന്ന കുറച്ച് വെർബുകളാണിത്. പ്ലേ, സീ, ജമ്പ്, ഈറ്റ്, റീഡ്, റൈറ്റ്, സിംഗ്, വാച്ച്, അങ്ങനെ കുറച്ച് വെർബുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇവയുടെ പ്രസൻറ്റ് ടെൻസിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ പാസ്റ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ഈ വെർബിൻ്റെ പാസ്റ്റ് ടെൻസിലേക്ക് ഇവയെ മാറ്റണം. ഇതിനെയാണ് നമ്മൾ V2 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നത്. പ്രസൻറ്റ് ടെൻസിലുള്ള വെർബുകൾ V1 ഫോമിലാണ്. പാസ്റ്റ് ടെൻസിൽ ഇവ വരുമ്പോൾ ഇതിൻ്റെ പേര് V2 എന്നാണ്. ഇനി V1, V2 ഇങ്ങനെ പഠിക്കാം. ഇത് നമ്മൾ പഠിക്കുക തന്നെ വേണം. മനസ്സിലാക്കി പഠിക്കണം, അല്ലെങ്കിൽ കാണാതെ പഠിക്കണം. എങ്ങനെയായാലും നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ശീലമായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇവയെ തിരിച്ചറിയാനായി സാധിക്കും. ഇനി നമുക്ക് വെർബുകളെ എങ്ങനെയാണ്, നേരത്തെ ഞാൻ ED ചേർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പാസ്റ്റ് ഫോം കിട്ടി അല്ലേ? പക്ഷേ എല്ലാ വെർബുകൾക്കും ഇത്തരത്തിൽ പാസ്റ്റ് ഫോമുകൾ ലഭിക്കില്ല. വെർബുകൾക്ക് പ്രത്യേകതയുണ്ട്. വെർബുകളെ നമുക്ക് 2 തിരിക്കാം. റെഗുലർ വെർബ്, ഇറഗുലർ വെർബ്. റെഗുലർ വെർബിൻ്റെ കൂടെ ഡിയോ, ഇഡിയോ, ഐഇഡിയോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ V2 ഫോം
അഥവാ പാസ്റ്റ് ഫോം കിട്ടുന്നതാണ്. എന്നാൽ ഇറഗുലർ വെർബുകളുടെ കൂടെ ഡിയോ ഇ ഡിയോ ഐ ഇ ഡിയോ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് ഫോം കിട്ടുന്നതല്ല. ഇനി റെഗുലർ വെർബിൻ്റെ ഉദാഹരണം നോക്കാം. പ്ലേ. പ്ലേയുടെ കൂടെ നമ്മൾ ഇ ഡി ചേർത്ത് കഴിഞ്ഞു. നമുക്ക് പ്ലേഡ് എന്നുള്ള ഉത്തരം ലഭിച്ചു. ഇത് ഒരു റെഗുലർ വെർബാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കൂ. ലൈക്കിൻ്റെ കൂടെ ഡി ചേർത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ലൈക്ക്ഡ് എന്ന V2 ഫോം കിട്ടി. ഇയിൽ അവസാനിക്കുന്നത് കൊണ്ടാണ് ഡി മാത്രം നമ്മൾ ചേർത്തത്. ഡ്രൈയുടെ കൂടെ IED എന്ന് ചേർത്തപ്പോൾ ഡ്രൈഡ് എന്ന് കിട്ടി. വൈയിൽ അവസാനിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ വൈക്ക് പകരം ഇവിടെ ഐ ചേർത്തത്. ഇത്തരത്തിലാണ് സാധാരണഗതിയിൽ നമ്മൾ V2 ഫോം നിർമ്മിക്കുന്നത്, റെഗുലർ വെർബുകൾക്ക് മാത്രം. താഴെ കൊടുത്തിരിക്കുന്നത് റെഗുലർ വെർബുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി ഇർറെഗുലർ വെർബുകൾ നോക്കാം. ഇവയുടെ പ്രത്യേകത ഇതിൻ്റെ കൂടെ ഡിയോ ഇ ഡിയോ ഐ ഇ ഡിയോ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് V2 ഫോം ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്കതൊന്ന് നോക്കാം. നമ്മൾ സാധാരണ കാണുന്ന ഒരു വെർബാണ് സി, കാണുക. ഇതിൻ്റെ കണ്ടു എന്നുള്ള വാക്ക് സോ ആണ്, അതായത് ഇ ഡി ചേർത്ത രൂപമല്ല. ഇത്തരത്തിലുള്ള ഒരുപാട് വെർബുകൾ ഇംഗ്ലീഷിലുണ്ട്. മറ്റൊരു ഉദാഹരണം നോക്കൂ. കം, വരുക എന്നുള്ള വെർബാണിത്. വന്നു എന്നുള്ളതിന് കെയിം എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റു ചില ഉദാഹരണങ്ങളാണ് ഡു, ഡിഡ്, ഗോ, വെൻറ്റ്, ഈറ്റ്, എയ്റ്റ്, റൈറ്റ്, റോട്ട്, സ്പീക്ക്, സ്പോക്ക്. ഒരു കാര്യം കൂടെ ചെറുതായി സൂചിപ്പിക്കട്ടെ. പ്രസൻറ്റ് ഫോമിലുള്ള ഒരു വെർബിൻ്റെ കൂടെ ഡിഡ് ചേർക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കതിൻ്റെ പാസ്റ്റ് ഫോം ലഭിക്കുന്നത്. ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക, എവിടെയെങ്കിലും ആവശ്യമായി വരും. വെർബിന് 3 രൂപങ്ങളാണുള്ളത്. അതിൽ V1, V2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 ഫോമാണ്. അത് ഇത്തരം സെൻറ്റൻസുകളിൽ ഉപയോഗിക്കുന്നത് അല്ല. അവ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. പ്രൈമറി ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് ഡയറി റൈറ്റിംഗ്. ഡയറി എഴുതുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുപോലെ എഡിറ്റിംഗ്, പരീക്ഷയ്ക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ആക്ടിവിറ്റിയാണ് എഡിറ്റിംഗ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചാൽ എഡിറ്റിങ്ങും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇനി നമുക്ക് നിക്കിയും പിങ്കിയും സംസാരിക്കുന്നത് കേൾക്കാം. അവരിന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് സംസാരിക്കുന്നത്. ഹായ് നിക്കി, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്കൊന്ന് ഇംഗ്ലീഷിലാക്കി പറയാമോ? ഹായ് പിങ്കി മോളെ, പറയൂ, ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ ഇന്നലെ ചെയ്ത ചില കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത് അല്ലേ? ശരി, ശ്രമിച്ചു നോക്കാം. ഞാൻ ഇന്നലെ പാർക്കിൽ പോയി. ഒന്ന് പറ. I went to the park yesterday. ശരി, ഞാൻ അവിടെ കളിച്ചു. I played there. ഞാൻ ഒരു സിനിമ കണ്ടു. I watched a movie. അടിപൊളി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. I saw my friend. അവൾ വളരെ സന്തോഷത്തിലായിരുന്നു. She was very happy. ഞങ്ങൾ ജ്യൂസ് കുടിച്ചു. We drank juice. ഞങ്ങൾ അവിടെ ഒരുമിച്ച് നടന്നു. We walked together. മുഴുവനും ശരിയാണല്ലോ. ഞങ്ങൾ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. അതുകൂടി ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. We really enjoyed it. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് അല്ലേ? അപ്പോ ഞാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിച്ചു. ഇത്രയും പോരെ? എന്നാൽ ശരി, ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഉത്തരം ശരിയായി പറയണം. അപ്പോ നീ എന്നെ പരീക്ഷിക്കുകയാണോ? ശരി, ചോദിക്കൂ. അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. Who gave you milk today? My mother gave me milk. What did you do yesterday? I went shopping. Why were you late? I missed the bus. Did you do your homework? Yes, I did my homework. Good girl.
Where is your umbrella? I forgot to take it. Did you read the book? Yes, I read the book. Who washed the car? My mother, my brother washed the car. Very good. എന്റെ ഉത്തരങ്ങൾ Good, ശരിയല്ലേ? good. Keep it up. എല്ലാ ഉത്തരങ്ങളും ശരിയായി സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെ പറഞ്ഞല്ലോ. താങ്ക് യു നിക്കി. നമുക്ക് വീണ്ടും കാണാം. See you soon. Bye bye.